ആദ്യം ഇവിടുത്തെ അവസ്ഥ കാണാം. ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്. അതായത് ഈ റൂമിലുള്ള ആൾക്കാർ വർക്കിന് പോയിക്കട്ടെ. പുലർച്ചെ ഞാനൊരു 3 മണിയാകുമ്പോൾ വീട്ടിലൊരു വർക്ക് ഉണ്ടായിരുന്നു. അതായത് ഒരു 6 മണിയാകുമ്പോൾ തൃശ്ശൂർ ഒരു വർക്ക് ഉണ്ട്. അപ്പോൾ അതിന് പോയിട്ട് ഇനിയിപ്പോൾ ഉച്ചത്തേക്ക് റിസപ്ഷനിൽ 2 വർക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പൊന്നു ആരാ കിടക്കണ നോക്കിയേ. അച്ചോ ഇത് ചെങ്ങിന് പണിയിൽ കിടന്ന് ഉറങ്ങണണ്ട. കുഞ്ഞുമണിയേ കുഞ്ഞുമണിയേ കുക്കിമോളെ തുന്നിരിയേ കുക്ക എന്താ ഉറങ്ങിക്കോട്ടെ അല്ലേ. ഈ കുട്ടി വിശേഷം ഇന്നലെ ലിപ്സ്റ്റിക് മേടിക്കാൻ പോയ ആളാട്ടാ. എന്നിട്ട് വന്നിട്ട് ലിപ്സ്റ്റിക് ഇട്ട് നോക്കിയത് ചുണ്ടുമൊന്നും പോയിട്ടില്ല. നല്ല ലിപ്സ്റ്റിക്കാ കുഞ്ഞാ, പോണില്ല കേട്ടോ കുഞ്ഞാ ഇത്ര നേരമായിട്ട്. ഇന്നലെ നല്ല ചമ്മയായിരുന്നു കുഞ്ഞിന്. വലിയ മാഷനായിട്ട് ചമച്ചിണ്ടാ? അപ്പൊ ഞാൻ അറിഞ്ഞില്ല കേട്ടാ ചമച്ചതൊന്നും. കുഞ്ഞാ കുറ്റിശിക്കണ്ട നീയേ കുറ്റിശിക്കില്ലേ? എന്താ പാടി പോയിട്ട് വരാം നമുക്കെല്ലാം കൂടിയിട്ട് പോവല്ലേ? ഇതില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഇപ്പം ഏൽപ്പിക്കുമെന്ന് വെച്ചിട്ടില്ല. നീ ഇല്ലയെന്ന് പറഞ്ഞ് ഇന്നലെ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് എന്താ ലിപ്സ്റ്റിക് കളയായിരുന്നു നീ. അപ്പോൾ ഇവർ കിടന്ന് ഉറങ്ങട്ടെ കേട്ടാ. നല്ല ഉറക്കം. നമ്മുടെ സ്റ്റാൻഡ് എന്ത് നമ്മുടെ സ്റ്റാൻഡ് ഇരിക്കണം. കാത്തുമോളും ഒക്കെ പോയിക്കുക. അപ്പോൾ രാവിലെ തന്നെ അനിയേട്ടൻ എനിക്ക് കുറച്ച് പണികളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടാ. അരി അടപ്പത്തിട്ടു. പിന്നെന്ത് ചെയ്തേട്ടാ? അരി അടപ്പത്തിട്ടു. പിന്നെന്ത് ചെയ്ത്? കുറേ തുണികളൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ ചിക്കൻ കറി ചൂടാക്കി വെച്ചു. പരിപ്പൂട ഉണ്ടായിരുന്നു, അത് ചൂടാക്കി വെച്ചു. മുട്ട വേവിച്ച് വെച്ചു. മുട്ടക്കറിക്കുള്ള സാധനങ്ങൾ സെറ്റാക്കി അങ്ങനെ പറയാം. മുട്ടക്കറിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി. ഇനി എനിക്ക് കറി ഉണ്ടാക്കുക വേണ്ട കേട്ടോ. എനിക്കൊരാളുണ്ട് കേട്ടാ അവിടെ. എനിക്കാളുണ്ട്. അപ്പോൾ പിന്നെ എന്ത് വിശേഷം? വിശേഷം എന്താ ഇപ്പം നേരത്തെ വെച്ച് പിന്നെ വിൽക്കുന്നു? എന്നിട്ട് എത്ര കഴിച്ചു? എന്നിട്ട് 6 വരുന്നുണ്ട്. അപ്പം ഞാൻ 6:45 കേട്ടോ. എന്തായാലും ഒരു 10-20 മിനിറ്റ് വ്യത്യാസത്തിൽ അയച്ചു. അപ്പൊ ഉറങ്ങുമ്പോ മുട്ടക്കറി ഞാൻ ഉണ്ടാക്കാം. പിന്നെ ഇപ്പൊ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കറി കുറച്ചുണ്ട്. ഇതൊക്കെ മതിപ്പണ്ട് നമുക്ക് പോണ്ടേ. ഞങ്ങൾക്ക് ഒരു കുറ്റിശ്ശേരി കേട്ടോ. അപ്പൊ ഞങ്ങൾ അയ്യോ ഞാനിത് ഉള്ളി ഒന്നാക്കണ കാരണം ലൈറ്റ് ഒരു ലൈറ്റ് പീസായി വെളിച്ചല്ല വെളിച്ച സെറ്റല്ല. ഇനിയിപ്പോ പണിയാളുണ്ട്. മുടി സെറ്റ് ചെയ്ത് തരണം. എന്തിനാ ആശ ആദ്യം കൂടി എനിച്ചിരിക്കുന്ന എനിക്ക് കുറച്ച് പണിയുണ്ടേ. അത്രയും കാര്യങ്ങൾ ചെയ്ത് തരൂലേ. മുടി സെറ്റ് ചെയ്ത് തരണം, ഡൈ അടിച്ചു തരണം, ഷേവ് ചെയ്ത് തരണം, കാര്യങ്ങളുണ്ട്. ഇന്നലെ ഫേസ് ചെയ്തോർത്തും ബ്ലീച്ച് ചെയ്തോർത്തും പോകാം. എന്താ ഇപ്പൊ എന്താന്ന് പറഞ്ഞാ എന്താന്ന് പറഞ്ഞാൽ ഫംഗ്ഷന് പോയിട്ടില്ല. മൂക്കൊക്കെ എന്തോ ഒരു ഭയങ്കര ഒരു ഇതുമാതിരിയായി. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് യാതൊരു വിഷയമില്ല കേട്ടോ. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ 3 ആണുങ്ങൾക്കും നിറയില്ല. നിറം മതി. ദൈവം അത്രയ്ക്ക് തന്നിട്ടുള്ളൂ. എന്നാലും എന്ത് ഭയങ്കര ഒരു മുഖത്ത് ആൾക്കാരെടുത്തൊക്കെ ക്ഷീണം എന്നൊക്കെ ക്ഷീണം. മനുഷ്യന്മാരെ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങണം. നിങ്ങൾ ഇന്നലെ എത്ര മണിക്ക് ഉറങ്ങി? 1 മണി ഉണ്ടാവുക. എന്നേക്കാൾ 1 മണിക്കൂർ മുന്നേ ഉറങ്ങിയിട്ട്. അനിയുടെ കൂർക്കളിക്കാനായിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. അനിയുടെ കൂർക്കളി വന്നതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. എന്റെ മോനെ അനിയുടെ ഫോൺ മതിയേക്ക് വെച്ചിട്ട് ഞാൻ ഫോണിൽ കുറച്ച് നേരം കളിച്ചു. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് കൂർക്ക വലിക്കുന്നുണ്ട്. ഞാൻ കൂർക്ക വലി കേട്ടുന്നുണ്ട്. ഞാൻ കേട്ടതാ.
ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചതല്ല. അല്ലേ കുപ്പി പുറത്താവണം. ഇപ്പൊ തൽക്കാലം ക്ലാസ്സിൽ കൊടുത്താണ്. ക്ലാസ്സിൽ മതിയാവും. അപ്പോൾ ഗുരുവായൂരിന്നൊരു കൂട്ടരൊക്കെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയത്, ഫോൺ എടുക്കാൻ പോയതാ. അങ്ങനെ അപ്പോൾ പണിയെടുത്ത് സ്റ്റാർട്ട് ചെയ്താല എന്നെ റെഡിയാ മാത്രമല്ല. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാം അല്ലേ? മുട്ടക്കറി ഉണ്ടാക്കാം. കുറച്ച് ഓട്സിൻ്റെ പുട്ട് ഉണ്ടാക്കാം അല്ലേ? നമുക്ക് ഓട്സിൻ്റെ പുട്ട് അങ്ങനെ ഓരോന്നായിട്ടാക്കാം. ആദ്യം മുട്ടക്കറി ഉണ്ടാക്കി മാറ്റിക്കാം. അപ്പോൾ ഞാൻ ഒരു പണി കഴിഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്താ, മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കുറച്ച് മുട്ടക്കറി വേണ്ട കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പുട്ടല്ലേ, പുട്ടിരിക്ക് വേണ്ട. 2 ആൾക്കാരിന്ന് പണിക്കുണ്ട്. അപ്പോൾ അവർക്ക് മുട്ടക്കറി ചപ്പാത്തി കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ ഉണ്ണുകൾക്ക് ബ്രെഡാവും കഴിക്കുക. ഉണ്ണുകൾക്ക് ബ്രെഡ്. അങ്ങനെ മുട്ടക്കറിക്ക് നമ്മൾ തക്കാളി 2 പഴുത്ത തക്കാളി, അതിലേക്ക് ഒരു 3-4 അണ്ടിപ്പരിപ്പ്, കുറച്ച് മല്ലിയില, 2 പച്ചമുളക് കേട്ടോ. ഇത് കൂടിയിട്ട് നന്നായി മിക്സിയിൽ അരച്ചുകൊണ്ട് കേട്ടോ. നന്നായി അരയ്ക്കണം കേട്ടോ. എൻ്റെ മിക്സി കംപ്ലൈൻ്റ് ചെയ്യണം, ഒരുപാട് അരിഞ്ഞില്ല. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ അതിലേക്ക് കറിവേപ്പിലിട്ടു, സബോള ഇട്ടു. അതിന് നന്നായി ഒന്ന് വാടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തരി ഉപ്പിട്ടിട്ട് അങ്ങനെ നല്ലോണം വാട്ടി കൊടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റ് കേട്ടോ. ഈ ഒരു മുട്ടക്കറിയും ചപ്പാത്തിക്കായാലും വെള്ളയപ്പത്തിനായാലും എല്ലാത്തിനും രസം കേട്ടോ. അപ്പോൾ നമുക്കിനി സവോളയൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഒന്ന് ജസ്റ്റ് കുത്തു മാറുന്നതോട് കൂടിയിട്ട് ഒരു 1.5 ടീസ്പൂണോളത്തോളം മല്ലിപ്പൊടി. മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ സാധാ മുളക് പൊടി ഇട്ട്. ഈ മുളക് പൊടി ഭയങ്കര എരിവേക്കാറുണ്ട്. ഞാൻ അത് മാത്രം ഇടാറുള്ളൂ. അത് ഭയങ്കര എരിവേക്കാനും ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി ഉപ്പ്, പിന്നെ കുറച്ച് കറി മസാല. ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ പോകണമെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. തക്കാളി, പച്ചമുളക്, മല്ലിയില, അണ്ടിപ്പരിപ്പ് കേട്ടോ കൂടിയിട്ട് അരച്ച് കൊണ്ടാട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ മുട്ടക്കറിയൊക്കെ സെറ്റായിട്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളം വയ്ക്കുന്നതിൻ്റെ ഒപ്പം 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇന്നലെ പിന്നെ പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാൻ, വർക്കിനും കാര്യങ്ങൾക്കൊക്കെ പോയ കാരണം പിന്നെ നമ്മൾ ഷുഗറൊക്കെ ഇല്ല, പിന്നെ പഞ്ചസാര ഇട്ടില്ല. പിന്നെ ഒരു 5-8 കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചു. പക്ഷേ അതിൽ 3-4 കിട്ടുള്ളൂ. ചൂടുകാലമൊക്കെ ആണെങ്കിൽ കോഴിമുട്ട പെട്ടെന്ന് കേട് വരിക കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് കേടായത്. അത് തൊലിയൊക്കെ പൊളിച്ച് വരുമ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ കുറുക്കി സെറ്റായിട്ട്. അപ്പോൾ നമ്മൾ കോഴിമുട്ടയൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് 5-10 മിനിറ്റ് തിളപ്പിച്ചാൽ ആ ഒരു മുട്ടക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അത് തിളച്ചു ഏകദേശം എണ്ണയൊക്കെ ഇങ്ങനെ ഒന്ന് തെളിഞ്ഞ് വരുന്ന നേരമാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓഫ് ചെയ്ത് ലാസ്റ്റ് മല്ലിയില അരിഞ്ഞിടാം കേട്ടോ. ലാസ്റ്റ് മല്ലിയിലൊക്കെ അരിഞ്ഞിട്ടു സെറ്റായി.
ഓട്സ് കൊണ്ടുള്ള പുട്ടാട്ടോ എനിക്ക് തന്നെയാണ്. അപ്പോൾ പണിക്കാൻ അവർക്ക് ചപ്പാത്തിൻ്റെ കഴിച്ചു, എനിക്ക് തന്നെയാണ് ഓട്സ് കൊണ്ട് ഞാൻ പുട്ടിന് കൊടുക്കാട്ടോ. കുഴപ്പമില്ല, ഞാൻ ആദ്യമായിട്ടോ ഓട്സിൻ്റെ പുട്ടുപൊടി മേടിച്ചിട്ട് പുട്ടുണ്ടാക്കിയിരിക്കുന്നു. പക്ഷേ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നനച്ച് വെച്ചാൽ ഒന്ന് മിക്സിയിൽ ചാറിട്ട് ഒന്ന് അടിക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ കട്ട വിട്ട് കിട്ടുള്ളൂ. പിന്നെ ചപ്പാത്തി അവർക്കുള്ള ചപ്പാത്തിയും കാര്യങ്ങളും ചൂടാൻ നിൽക്കുക കേട്ടോ. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുറ്റേശി ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. നമ്മൾ ഓരോ പണിയോട് പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ പുട്ടിന് അപ്പുറത്ത് കുക്കർ വെച്ചോട്ടെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ പുട്ടും ചപ്പാത്തിയൊക്കെ ഒരേപോലെ ഒരുമിച്ച് ഉണ്ടാക്കി എടുത്തോട്ടാ. അങ്ങനെ ഞങ്ങൾക്കൊരു കുറ്റേശി ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറ്റേശിക്കൊക്കെ പോയി വന്നു. എനിക്കെന്നെ കണ്ടിട്ട് ചെറിയ കേട്ടാ അതിനേട്ടാ, ഞാൻ ഇത്ര വലിയ കമ്മലിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യാറില്ല. എനിക്കെന്നെ അതിനെന്തോ ഒരു ഭാരം കിടക്കണ പോലെ. എന്നാലും കുഴപ്പമില്ല, ഭംഗി ഉണ്ടായിരുന്നില്ലേ, സുന്ദരിയായിട്ടില്ലേ? ഇങ്ങനെ കുറ്റേശി ഞങ്ങൾ ഭയങ്കര മാച്ചാ. ഒന്നുമില്ല കൊക്കെ, നിങ്ങളൊരു ഉമ്മ ഒത്തതാടി, നിനക്ക് വിഷമായി അടി. ആരാ തങ്കോടി ചേച്ചിയാണോ? മണ്ണെന്ന് കയറ്. കുഞ്ഞിന് പോയിട്ടില്ലേ? അവരിപ്പോൾ വരികയാണാവും. അങ്ങനെ കുറ്റീശൊക്കെ കഴിഞ്ഞു, ഞങ്ങളിങ്ങനെ എത്തി. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. സത്യം പറഞ്ഞാൽ ഇക്കന്നെ എന്തോ മതി വലിയ കമ്മലിട്ട് കുറേ നാളായിട്ട് അതിന് ഇടാണ്ട്. പക്ഷെ ഞാൻ ആദ്യമൊക്കെ ഇട്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറേ തന്നെ വലിയ കമ്മലൊന്നും ഇടാറില്ല കേട്ടാ. ചുരിദാർ കുഴപ്പമില്ലല്ലേ. ചുരിദാറിൻ്റെ തുണി ഞങ്ങൾ പുലിമൂട്ടിൽ നിന്ന് എടുത്താട്ടാ, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും രസം എന്ന് വെച്ചാൽ ഒറ്റ ദിവസം ഒന്നും പറയാൻ പറ്റില്ല. ശൈലേച്ച് അടിച്ചു തന്ന കാരണം എനിക്കിത് ഭംഗിയിൽ പോകാൻ പറ്റിയില്ലേ? ശൈലേച്ച് അനുഗ്രഹിച്ചാലും നല്ല ഭംഗിയിൽ പോയി. ജസ്റ്റ് ഇത് എൻ്റെ ചുരിദാർ ഫുൾ അടിക്കുന്നത് ശൈലേച്ച് ചേട്ടാ. അപ്പോൾ ഇന്നലെ എത്ര മണിക്ക് നമ്മൾ രാത്രി കൊണ്ട് കൊടുത്ത് ശൈലേച്ചിക്ക്? ഇന്നലെ ഒരു 8 മണി 9 മണി നേരത്തായിട്ടാണ് ഞാൻ ഈ ചുരിദാർ അടിക്കാൻ കൊണ്ട് കൊടുത്തത്. ഇന്ന് രാവിലെ ഒരു 10:11 എനിക്ക് ചുരിദാർ അടിച്ചു തന്നിട്ട്. അങ്ങനെ ഇന്ന് ഫംഗ്ഷൻ ആകുമ്പോഴേക്ക് ഇത് ഇടാൻ പറ്റി. എൻ്റെ ചുരിദാറുകളൊക്കെ നാശമായി, പക്ഷേ എനിക്ക് ഇന്ന് അടിച്ചു തന്നിട്ടാ, അതന്നെ വലിയൊരു ഭാഗ്യം. ശൈലേച്ച് മുത്താണ്, നല്ല രസമുണ്ട്. അടിച്ചതാ മേനാണാ? ഷൈല മേമ രസമായി അടിച്ചു തന്നിട്ടാ. വാ, ഇഷ്ടായാ? കൊടുക്ക എവിടെ നീ? ആരാ പഠിച്ചു ചുരിദാറടിച്ചെന്ന്? ആര്? ഷൈലമ്മ. ആ കുണിക്ക്, ഇനി കുണിക്കാരോട് കുണിക്കേ അമ്മ അടിച്ചു ചുരിദാർ ആരടിച്ചെന്ന്? ഷൈലമ്മ മോളിൽ ഉടുപ്പെടുക്കാൻ ഒരു അളവെടുത്താ? എങ്ങനെ എടുത്ത്? ഷൈലമ്മ പിന്നെ അളവെടുത്ത് കാട്ടിയാവാ. അച്ഛനായിട്ട് കൊടുക്ക്. അച്ഛൻ കണ്ടില്ല, അതിനായിട്ട് കണ്ട ശൈലമ്മ കുട്ടീനെ അളവെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പോയി നിന്ന് കാട്ടു. അച്ഛനെടുത്തായിട്ട് കൊടുക്ക്. എങ്ങനെ ശൈലമ്മ എടുത്ത് അച്ഛനെടുത്ത് കൊടുക്ക്. അച്ഛൻ്റെ മേത്ത് വെച്ച് കൊടുക്ക്, എടുത്ത് നോക്ക്. ആരാ പഠിച്ചു ആരടിച്ച്? ആര്? ആരാ പഠിച്ചു ആരടിച്ച്? ഷൈബേമ. അത് ആരാണാവോ നിൽക്കും. ഷൈലമേമ എനിക്കിങ്ങനെ ഒരു പേരില്ലല്ലോ ഒന്ന്. കുറ്റീശിക്ക് എന്താ അമ്മ? അച്ഛന് സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്, ഉണക്കല് വറുത്തത് പരത്തി.
ഞാൻ കുണിക്കിനെ വെയിറ്റ് ചെയ്യുന്നത് നല്ലതല്ലേ? എന്താ നല്ലതെന്ന് പറയാൻ നെസ്റ്റോറിലെ പയറ് കടലൊക്കെ ടേസ്റ്റ് വെച്ചിട്ടാ എല്ലാം വെന്ത് ഇതാവും. മറ്റുള്ളടത്ത് മേടിച്ച് വേവാത്ത പോലെ കടിക്കുമ്പോ. അതേപോലെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. മനസ്സിൽ തൊട്ടു അവൾ തൊട്ടു ചേച്ചിയുടെ നോക്കിയപ്പോ നിങ്ങളുടെ വീട് എടുത്ത് കളഞ്ഞോ? അത് നോക്കിയോട്ടോ. ഞാൻ തപ്പിട്ട് അതിന്റെ അടിയിലൊക്കെ ഞാൻ ഫുഡ് കഴിക്കുന്നതിന് വീഡിയോ ഇട്ടിട്ടോ. അവര് ഓവറായിട്ടാണ് ഫുഡ് 7 ദിവസം മുന്നേ ഇട്ട വീഡിയോ. ഞാനൊരു കാര്യം പറയട്ടെ, ആ ചേച്ചിയാണ് നമുക്ക് അളവിന് ഫുഡ് തരണ്ടേ. ഞങ്ങളുടെ കാശ് കൊടുത്ത് ഫുഡിന് അരി സാധനങ്ങൾ മേടിക്കുമ്പോൾ ആ ചേച്ചിക്ക് എന്താ അമ്മ എത്ര വേണമെങ്കിൽ ഫുഡ് കഴിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. അല്ല അമ്മ ചോറ് കഴിക്കണേനപ്പം ആ ചേച്ചിക്ക് എന്താ പ്രശ്നം? എനിക്ക് ചോറ് കഴിക്കാൻ പാടില്ല. പിന്നെ മനുഷ്യർ ജീവിക്കാൻ ഫുഡ് കഴിക്കാണ്ടാണല്ലോ ജീവിക്കുന്നത്. ആ ചേച്ചി കഴിക്കുന്നതൊന്നും കാണിക്കില്ലല്ലോ. ആ ചേച്ചിക്ക് ട്രോളാൻ മാത്രമല്ലേ അറിയുള്ളൂ. അല്ലാതെ കയറിയിട്ട് ഇതിപ്പോ മൊത്തം അമ്മ കഴിക്കൊന്നുമില്ല. അല്ല ചേച്ചി അതെ, ആ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു തരം എന്താ പറയാ ഭ്രാന്തായി. അതാണ് അയച്ചുവിടാത്തന്റെ പ്രശ്നാണ്. ഇല്ല കുണിക്കോട് സംസാരിക്കണൊക്കെ കുണിക്കോട് സംസാരിക്കണൊക്കെ ചക്ക വീഡിയോ ഒക്കെല്ലടാ. അവർക്ക് വയറുണ്ടാവില്ല ചാ. ചിക്കനൊക്കെ കഴിച്ചാ കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് തല പൊക്കി. ക്ഷീണമൊക്കെ എന്നാലും സെറ്റായിട്ട് എന്നാലും കുഴപ്പമില്ല. ഒന്ന് ചെറുതായി സെറ്റായപ്പോൾ ഞാൻ എണിച്ചിട്ടു. വേറെ ഒന്നല്ല, ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ കറികളും കാര്യമൊന്നും ഇല്ലല്ലോ. ഉപ്പേരും ചമ്മന്തിക്കല്ല. അപ്പോൾ ഈ നേരം ആകുമ്പോഴേക്കും എല്ലാവർക്കും വിശന്നു. അപ്പോൾ ഞാൻ വെച്ചു കുറേ ദിവസമായി ഗോതമ്പട കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചു ഗോതമ്പട ഉണ്ടാക്കാൻ കേട്ടോ. അതേ ഗോതമ്പ് പൊടി ഇട്ടു, കുറച്ച് ഉപ്പ് പൊടി ഇട്ടു കേട്ടോ. എല്ലാവരും എങ്ങനെ ഉണ്ടാക്കുന്നത് അറിയില്ല, ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്. ഇത് പച്ചവെള്ളം, ഞാൻ ചായക്കെടുത്ത വെള്ളമാണ്, ചൂടുവെള്ളം ഒന്നല്ല, പച്ചവെള്ളം കേട്ടോ. ഗോതമ്പടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നേരത്തൊക്കെ ഒരു ഗോതമ്പട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. കുഴക്കി കുഴച്ച് സെറ്റാക്കാം. നല്ല കുറച്ച് കട്ടി, ഒരുപാട് കട്ടിയാണ്, ചെറുതായിട്ടൊരു ലൂസ് പോലെയൊക്കെ ആവട്ടെ. ചപ്പാത്തിയുടെ ആ ഭാഗമൊന്നുമല്ല, ചെറിയ ലൂസ് പോലെ നമുക്ക് പരത്താൻ സുഖമായി കിട്ടാം. നന്നായി ഇങ്ങനെ കുഴച്ച് കൊടുക്കണം കേട്ടോ കൈ കൊണ്ട്. ഇതിൽ നെയ്യ് യൂസ് ചെയ്യുന്നവർക്ക് നെയ്യ് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതൊന്നുമില്ല, വെറുതെ ഉപ്പും പച്ചവെള്ളവും മാത്രമുള്ളൂ. ഈ ഒരു ഇതിലാവും. അടുത്ത പരിപാടി നമുക്ക് ഇലയിലേക്ക് പരത്താം കേട്ടോ. ഇല നല്ല കഴുകി വെച്ച ഇലയാണ്. അതിലേക്ക് കുറച്ച് മാവൊക്കെ ഇട്ട്, എനിക്ക് അട ഭയങ്കര കട്ടിയുള്ളത് ഇഷ്ടമില്ല കേട്ടോ. കട്ടി കുറച്ചിട്ടുള്ള അട ഇഷ്ടം കേട്ടോ. പരമാവധി ഇങ്ങനെ കട്ടി കുറച്ചിട്ട് ഞാൻ പരത്തുക. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ തൊട്ടിട്ട് ഇങ്ങനെ പരത്തുമ്പോൾ എന്ത് പോകണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല കനം കുറച്ച് പരത്തിയിട്ടുണ്ടോ.
ഇങ്ങനെയാണ് പരത്തി. കണ്ട നല്ല കാനം കുറച്ചിട്ട് പരത്തി. നമുക്ക് വേഗം പരത്താനും പറ്റൂട്ടോ. വേഗം പരത്തിയെടുക്കാൻ പറ്റും. അതൊരു പാക്കറ്റ് തുറന്നു അതിന് കുതുക്കൾ കയറുന്നുണ്ട്. ഏതൊക്കെ ഒരു ചെരുവും മുളകൊക്കെ ഉണ്ട്. അതാണ് പരത്താൻ. ഇത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ്. അതുകൊണ്ട് സെറ്റാക്കി എടുക്കും. അതാണ് അതിന് അല്ല. എന്നും അവിടെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒരാൾക്ക് എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും ആവശ്യം കേട്ടോ. അല്ലെങ്കിൽ പകുതി മതി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും ആവശ്യമുണ്ട്. വിശപ്പുണ്ടെന്ന് എല്ലാവർക്കും. അപ്പം ഇല്ലില്ല ഉണ്ട്. പൊന്നിനെ ലേക്ക് മേടിക്കാൻ അടിച്ചിട്ടുണ്ട്. ആ അപ്പം ഇതിൽ ഞാൻ ജീരക ഇട്ടിട്ട് നല്ല ജീരക ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ അനുവേട്ടന് മധുരമില്ലാത്ത അട മതിയാണ്. അപ്പം ഞാൻ ഒരു പഴം നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മധുരമില്ലാത്ത അടയല്ല, ഒരു പഴം ചെയ്തോട്ടെ വെച്ചു. രണ്ടട വേണ്ട ചേട്ടാ. ഇന്ന് രാത്രിക്ക് ഒന്നും വേണ്ടല്ലോ. എനിക്ക് ഒന്നും വേണ്ട കേട്ടോ. അമ്മ തരാം. അട ഇതല്ലോ പഴം തന്നോ. പഴം കുഴപ്പമില്ല. കണ്ടച്ചു വെച്ചോ. മൂന്നാം മതി. വീഴും കാറ്റത്ത് വെച്ച വീഴും. ആ വീഴും. പിന്നെ അടച്ചിടാൻ പാട്ടാ. അപ്പം ഞാനത് അടച്ചുടാൻ വെച്ചിട്ടുണ്ട്. ആ നേരം മറ്റുള്ളവർക്ക് മധുരമുള്ള അടയില്ല. അപ്പം ശർക്കര
അട ഉണ്ടാക്കി കുറച്ച് നേരം ഞങ്ങൾ ബിസി ആയിട്ട് വേറെ നമ്മുടെ കാർട്ടൂൻ്റെ പരിപാടി സ്റ്റേജിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കെട്ടേണ്ട കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇപ്പോൾ പൂവാട കേട്ടോ അത് പഴം ഉണ്ടെന്നുള്ളൂ അല്ലേ പഴല്ലേ പഴം വേണം അതിൽ വെള്ളം വന്ന കാരണം പഴം കിട്ടിയില്ല. മധുരത്തിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ചേട്ടാ പഴമുള്ള വേണം അല്ലേ അത് കഴിച്ചോ എന്നിട്ട് പറ കുമാരി വജിയായിട്ട് നിൽക്കുക വജിയായിട്ട് നിൽക്കുക. ശർക്കര ഇട്ടാടുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ ഇത് അച്ഛൻ്റെ അടയാണ്. അതല്ല ഇവർക്ക് അതാ ഇഷ്ടം ഇവര് ഇത് ഇങ്ങനെയാണല്ല ഉണ്ടാക്കിക്കണേന്ന്. അതൊക്കെ അറിയാലോ അമ്മ ഞങ്ങൾക്ക് ഇഷ്ടത്തിണ്ടാക്കുന്നത്. എങ്ങനെയുണ്ട് പഴമുള്ള രസം ഇത് നല്ല പഴവും അല്ലേ കുക്കി വാടി കുക്കി കുക്കി വാടി കുക്കി വാടി നിനക്കായിട്ട് ആ കുട്ടിക്ക് മതല്ല ഗോതമ്പിന്റെ അട കഴിക്കില്ലേ?